ഡൽഹിയിൽ KMCC ഇഫ്താർ സംഗമവും ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണവും നടത്തി. ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് മുഖ്യാതിഥിയായിരുന്നു. കേന്ദ്രമന്ത്രി E. അഹമ്മദ് സന്നിഹിതനായിരുന്നു. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. ഗൾഫിലെ പ്രമുഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പായ ഫാത്തിമ മെഡിക്കൽ ഗ്രൂപ്പ് 2 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഫാത്തിമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് കേരളത്തിലെ നിർധനരായ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 14 ഡയാലിസിസ് മെഷീനുകൾ സംഭാവന ചെയ്തു. ഡോക്ടർ ബീന ഹുസൈൻ, ഫസാന ഹുസൈൻ എന്നിവരും ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി നാളത്തെ സുബഹി സമയം. Samawa Ramadan Special News brought to you by Samawa. Define fresh and long-lasting fragrance from Samawa. Samawa reaches everywhere. പ്രസിദ്ധ ഹോളിവുഡ് നടി ആഞ്ചലീന ജോലി സംവിധാനം ചെയ്ത ഇൻ ദ ലാൻഡ് ഓഫ് ബ്ലഡ് ആൻഡ് ഹണി എന്ന ചിത്രത്തിന്റെ പ്രദർശനം ജപ്പാനിൽ നടന്നു. ബോസ്നിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് ബോസ്നിയൻ യുവതിയും സെർബിയൻ വംശജനുമായുള്ള പ്രണയകഥ പറയുന്ന ചിത്രത്തിനെതിരെ ബോസ്നിയയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ജപ്പാനിൽ റിലീസിംഗിന് മുമ്പുള്ള പ്രദർശനത്തിന് ജോലി എത്തിച്ചേർന്നു. 1992 ബോസ്നിയൻ യുദ്ധകാലത്ത് നടക്കുന്ന പ്രണയകഥയാണ് ചിത്രത്തിന്റെ പ്രമേയം. ബോസ്നിയയിൽ വംശഹത്യക്കിരയായവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധമുയർന്നതോടെ ചിത്രത്തിന് ബോസ്നിയയിൽ ചിത്രീകരണാനുമതി നിഷേധിച്ചിരുന്നു. യുദ്ധത്തിനിടയിൽ സെർബ് സൈനികരുടെ ബലാത്സംഗത്തിനിരയായ സ്ത്രീകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ ചിത്രം ഡോക്യുമെന്ററി അല്ലെന്നും കലാസൃഷ്ടി മാത്രമാണെന്നുമാണ് ജോലിയുടെ നിലപാട്. ചിത്രം കണ്ടുകഴിയുമ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രശ്നത്തോട് അനുഭാവമാണ് ഉണ്ടാവുകയെന്നും ജോലി ടോക്കിയോവിൽ നടന്ന പ്രദർശനത്തിന് ശേഷം പറഞ്ഞു. അഭയാർത്ഥികൾക്കായുള്ള UN സന്ദേശവാഹക കൂടിയായ ജോലി ഇതോടെ പ്രശ്നം UN അഭയാർത്ഥി സംഘടനയിൽ ഉന്നയിച്ചു. യുദ്ധമേഖലയിൽ ബലാത്സംഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് കൂടുതൽ പരിഗണന നൽകണമെന്ന് ഇതോടെ UN രക്ഷാസമിതി പ്രമേയത്തിലൂടെ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. To shatter impunity so that rape can no longer be used as a weapon of war anywhere in the world, as it was in Bosnia, as it is today from Congo to Syria. ഓഗസ്റ്റ് 10 ജപ്പാനിൽ ചിത്രം റിലീസ് ചെയ്യുന്നത്. 2011 ചിത്രീകരണം പൂർത്തിയായ ഈ ചിത്രം അമേരിക്കയിലും യൂറോപ്പിലും മാത്രമാണ് ഇതുവരെ റിലീസ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇനി ഇന്നത്തെ കറൻസി നിലവാരം. സൗദി റിയാൽ 15.83, UAE ദിർഹം 16.16, ബഹ്റൈൻ ദിനാർ 157.57, ഖത്തർ റിയാൽ 16.30, കുവൈറ്റ് ദിനാർ 208.76, ഒമാൻ റിയാൽ 154.19. സംസ്ഥാന കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഹൈക്കമാൻഡ് തല ചർച്ചകൾ വഴിമുട്ടി. മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. AI വിഭാഗങ്ങൾ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നതോടെയാണ് സമവായ ചർച്ചകൾ പാളം തെറ്റിയത്. കേരളത്തിലെ നേതാക്കൾ തന്നെ സമവായ ഫോർമുല രൂപപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് അധ്യക്ഷയെ കണ്ടാൽ മതിയെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും സോണിയാഗാന്ധിയെ കാണാനായില്ല. രാത്രി വൈകി രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി ചർച്ച നടത്തി. മുൻ നിലപാടിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്നും ചർച്ചകൾ തുടരുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി, ആന്റണിയെയും I ഗ്രൂപ്പ് നേതാക്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കണ്ടു. നാളെ കേരളത്തിലേക്ക് മടങ്ങുന്ന ഉമ്മൻചാണ്ടി വീണ്ടും ചർച്ചകൾക്കായി ഡൽഹിക്ക് പോകും. സരിതയുടെ മൊഴി സംബന്ധിച്ച നിലപാടിൽ നിന്ന് അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ പിന്മാറി. ഇന്ന് സരിത നൽകിയതാണ് യഥാർത്ഥ മൊഴിയെന്ന് ഫെനി മാധ്യമങ്ങളോട് പറഞ്ഞു. സരിത എഴുതി നൽകിയ 22 പേജ് പരാതി നശിപ്പിച്ചു. സരിതയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് പരാതി നശിപ്പിച്ചത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് നടന്നതായി വിശ്വസിക്കുന്നില്ലെന്നും ഫെനി കൂട്ടിച്ചേർത്തു. സരിതയുടെ അഭിഭാഷകനായി തുടരും. നശിപ്പിച്ച പരാതിയെക്കുറിച്ച് ഇനി അറിയണമെങ്കിൽ മസ്തിഷ്കം ചുരണ്ടി നോക്കേണ്ടി വരുമെന്നും ഫെനി ആലപ്പുഴയിൽ പറഞ്ഞു. പലിശരഹിത സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള അവകാശം ഭരണഘടനാപരമാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രി K. റഹ്മാൻ ഖാൻ. ഇത് നിഷേധിക്കാൻ അവകാശമില്ല. പലിശരഹിത സാമ്പത്തിക ഇടപാടുകൾക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സർക്കാർ രൂപീകരിച്ച ചെയർമാൻ ഫിനാൻസ് സർവീസസ് ലിമിറ്റഡ് കോഴിക്കോട് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ ചെയർമാൻ ഗൾഫാർ മുഹമ്മദ് അലി, മാനേജിംഗ് ഡയറക്ടർ PM മുഹമ്മദ് ഹനീഷ്, IAS എന്നിവർ സംസാരിച്ചു.
ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ അവർ തന്നെയാണ് പ്രാഥമികമായി തയ്യാറാകേണ്ടതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രി കെ റഹ്മാൻ ഖാൻ. വിദ്യാഭ്യാസ രംഗത്തെ കേരള മുസ്ലിങ്ങൾക്ക് ഇനിയും ഏറെ മുന്നോട്ടു പോകാനുണ്ട്. ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളുടെ ബലത്തിൽ സ്വകാര്യ സർവകലാശാലകളടക്കം കേരളത്തിലുണ്ടാവണമെന്ന് റഹ്മാൻ ഖാൻ പറഞ്ഞു. കോഴിക്കോട് സംഘടിപ്പിച്ച മുസ്ലിം സംഘടനാ നേതാക്കളുടെയും പ്രമുഖരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലസ്ഥാന നഗരിയിൽ താളത്തിൽ ചെണ്ട കൊട്ടാൻ ഇനി ഇവരുമുണ്ടാകും. അനാഥത്വവും ദാരിദ്ര്യവും കൊണ്ട് താളം പിഴച്ച ജീവിതത്തിനിടയിലും ഇവർ ആഞ്ഞുകൊട്ടുകയാണ്. ശ്രീചിത്രയിലെ 12 കുട്ടികളാണ് പാലക്കാട് സ്വദേശി പ്രകാശൻ പഴമ്പോലക്കോടന്റെ കീഴിൽ പരിശീലിക്കുന്നത്. ഈ വാർത്തയോടെ ന്യൂസ് മിഡിൽ ഈസ്റ്റ് സമാപിക്കുന്നു. ഗുഡ് നൈറ്റ്. ശ്രീചിത്രയിലെത്തി ഇവിടുത്തെ ചെണ്ടക്കാരെ കണ്ടാൽ ആഞ്ഞൊന്നു കൊട്ടാൻ കഴിയുമോ എന്ന് ആരും സംശയിക്കും. എന്നാൽ ഇവരുടെ പരിശീലന ക്ലാസ്സിലെത്തിയാൽ സ്ഥിതി മാറും. പനിയായിട്ട് പോലും ക്ലാസ് ഒഴിവാക്കാതെ എത്തിയവർ, നേരം വൈകിയത് കാരണം ഓടിയെത്തിയവർ, പലപ്പോഴും ജീവിതത്തിന്റെ താളം പിഴച്ച് ഒറ്റപ്പെട്ടവർ. ഇവർ കൈവിടാതെ മുറുക്കി പിടിച്ച ചെണ്ടക്കോൾ താളത്തിൽ താഴ്ന്നും പൊങ്ങിയും 1 മണിക്കൂർ നീളും പരിശീലനം. കുട്ടികളെ സഹായിക്കാൻ തന്റെ കയ്യിൽ പണമില്ല. എന്നാൽ കല ദാനമായി കൊടുക്കാമെന്ന ചിന്തയിലാണ് ശ്രീചിത്രയിലെത്തിയത്. പരിശീലകൻ പ്രകാശൻ പറയുന്നു. 10 കുട്ടികൾക്ക് പഠിപ്പിച്ചാൽ ആ 10 കുട്ടികളിൽ ഒരാളെങ്കിലും അടുത്ത കുട്ടികൾക്ക് പഠിപ്പിച്ചാൽ അത് അങ്ങനെ ആ തലമുറ കൈമാറിപ്പോകും. 50 പേരിൽ നിന്നാണ് 12 പേരെ തിരഞ്ഞെടുത്തത്. 3 ആൺകുട്ടികളും 9 പെൺകുട്ടികളും. ചെണ്ടക്കാരനായി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ചെണ്ടയ്ക്ക് നമ്മളുടെ കോവിൽ കൊട്ടണമെന്ന് ആഗ്രഹമുണ്ട്. താളം പിഴയ്ക്കാതെ ആഞ്ഞുകൊട്ടി സ്വപ്നം പൂവണിക്കാൻ തയ്യാറെടുക്കുകയാണിവർ. മീഡിയ 1 തിരുവനന്തപുരം. Be positive from Bright Light. വിരൽ തുമ്പിലെ സൂര്യൻ. Bright Light.